ഫ്ലേവേഴ്സ് ഫ്രം ഹോമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞങ്ങൾ ഇന്ന് ഇവിടെ തയ്യാറാക്കുന്ന വിഭവം മഹാരാഷ്ട്രയിലെ സ്പെഷ്യലായ വടാപ്പാവാണ്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതാണ് ഇവിടുത്തെ പാവ്. നമ്മളെ നാട്ടിലെ ബണ്ണാണ്. ഇത് മധുരമില്ലാത്ത ബണ്ണാണ്. ഇതിൻ്റെ നടുവിലാണ് വട വെച്ചിട്ട് കഴിക്കുന്നത്. വടയിലേക്കുള്ള ചേരുവകൾ: പൊട്ടറ്റോ, പുഴുങ്ങിയെടുത്ത പൊട്ടറ്റോ ആണ് 6 എണ്ണം, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കറിവേപ്പില, മല്ലിയില, കടുക്, കുറച്ച് കായം. ഉരുളക്കിഴങ്ങ് ബോളാക്കി എടുത്തിട്ട് കടലമാവിൻ്റെ ഒരു ബാറ്റർ വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത്. കടലമാവ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്. വടപ്പാവിന് വേണ്ടി ഒരു ചട്നിപ്പൊടി തയ്യാറാക്കുന്നുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള ചേരുവകൾ: മുളക്, പിരിയമുളക്, കൊപ്ര, വെളുത്തുള്ളി, കപ്പലണ്ടി. ഇനി നമുക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്യാം. വടയുടെ സ്റ്റഫിംഗ് ആണ് ഇവിടെ തയ്യാറാക്കുന്നത്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കടുകിടാം. ഇനി ഇതിലേക്ക് 3 പച്ചമുളക് അരിഞ്ഞത് ഇടാം. കാൽ ടീസ്പൂൺ കായം പൊടിച്ചത്, അര ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഇനി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഉരുളൻകിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി യോജിപ്പിച്ചെടുക്കണം. ഇനി ഉരുളൻകിഴങ്ങിൽ എല്ലാ മസാലയും പിടിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി അവസാനമായി അരിഞ്ഞു വെച്ച മല്ലിയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് തണുക്കാൻ വെക്കണം. വടയുടെ ബാറ്റർ തയ്യാറാക്കാം. 1 കപ്പ് കടലപ്പൊടി, അതിലേക്ക് 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ആവശ്യത്തിന് വെള്ളം ചേർത്ത് മിക്സ് ചെയ്യുക. കുറച്ച് തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത്, കൂടുതൽ വെള്ളമാവാൻ പാടില്ല. മാവ് ഇവിടെ കുഴച്ച് റെഡിയായി. ഈ പാകത്തിലാണ് എടുക്കേണ്ടത്, കൂടുതൽ വെള്ളമാവാൻ പാടില്ല. ചട്നിക്കുള്ള മുളക് വറുത്തെടുക്കാം. പിരിയൻ മുളകാണ് ആദ്യം ഇട്ടിരിക്കുന്നത്. നാല് പിരിയൻ മുളക്, 6 എരിവുള്ള മുളക്, 2 ചെറിയ വെളുത്തുള്ളി തൊലി കളഞ്ഞ് വൃത്തിയാക്കിയത്, 2 സ്പൂൺ നിലക്കടല, 1 മുറി കൊപ്ര ചിരകിയെടുത്തത്. എല്ലാം കൂടി ചൂടാക്കി തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കുക. ഉരുളകൾ ഉണ്ടാക്കി വയ്ക്കാം പൊട്ടറ്റോൻ്റെ. ഈ
ഈ വടയുടെ ചേരുവകളും ഉണ്ടാക്കുന്ന വിധവും താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ചട്നിയിലേക്കുള്ള വറ്റൽമുളകൊന്ന് പൊടിച്ചെടുക്കാം. നിലക്കടല പൊടിച്ചെടുക്കാം. ഇനി ഇതുപോലെ കൊപ്ര ഗ്രേറ്റ് ചെയ്തതും വെളുത്തുള്ളിയും കൂടി ചേർത്ത് മിക്സിയിൽ പൊടിച്ചെടുക്കാം. എണ്ണ ചൂടായി തുടങ്ങി. ഇനി ഓരോ ഉരുള കടലമാവിൽ മുക്കി വറുത്തെടുക്കാം. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. വടയുടെ കൂടെ കഴിക്കാനുള്ള ഒരു മുളക് വറുത്തെടുക്കാം. പച്ചമുളക് കഴുകി വൃത്തിയാക്കി നടുവിൽ ഒരു വര ഇട്ട് കൊടുക്കുക. അതിനുശേഷം ചൂടായ എണ്ണയിലിട്ട് വറുത്ത് കോരുക. കോരിയതിന് ശേഷം മേലേന്ന് ഉപ്പ് വിതറി കൊടുക്കുക. തേങ്ങയും പൊടിച്ചെടുത്തു. ഇനി എല്ലാം കൂടെ ചേർത്ത് ഒന്നും കൂടി പൊടിക്കാം. ആവശ്യത്തിന് ഉപ്പും ചേർക്കണം. മുളക്, നിലക്കടല, ആവശ്യത്തിന് ഉപ്പ്. മഹാരാഷ്ട്രയിലെ സ്പെഷ്യലായ വടാപ്പാവ് ഇവിടെ റെഡിയായി. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കുന്നതെന്ന് നോക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. നമ്മുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.